So hello guys, welcome back to my YouTube channel. അപ്പം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നഴ്സിംഗിനെ പറ്റിയാണ്. കുറെ പേര് എന്നോട് DM ഞാൻ നഴ്സിംഗ് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ നേരം കുറെ പേര് DM ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി നഴ്സിംഗ് എങ്ങനെയുണ്ട്, നഴ്സിംഗ് പഠിക്കാൻ എളുപ്പമാണോ, എത്ര സബ്ജക്ട്സ് ഉണ്ട്, എങ്ങനെ പാസ്സാവും, കേരളയിൽ പഠിക്കണോ നല്ലത്, വെളിയിൽ പഠിക്കണോ നല്ലത്, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ആയിട്ട് പല പിള്ളേരെ ഇപ്പൊ +2 കഴിഞ്ഞവരും 10 ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വരെ കൺഫ്യൂഷനാണ്. ഞാൻ നഴ്സിംഗ് എടുക്കണോ എന്തത് എന്റെ വീട്ടിൽ തന്നെ ഇടുന്നുണ്ട് കേട്ടോ, എടുക്കണോ. അപ്പൊ അവിടെ എന്നോട് പറയുന്ന കാര്യം, നീ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, എനിക്ക് മാത്രം പറഞ്ഞു തരത്തില്ല. അപ്പം ജോക്സ് അപ്പാർട്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ A to Z കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നഴ്സിംഗ് ഞാൻ എവിടെ പഠിച്ചു എന്ന് പറഞ്ഞു തുടങ്ങാം അല്ലെ. സോ ഞാൻ ബേസിക്കലി നഴ്സിംഗ് പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിലാണ്. ആൻഡ് ഞാൻ അടൂരാണ് പഠിച്ചത്. ആക്ച്വലി എന്റെ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞപ്പോഴത്തേനും ഐ ജസ്റ്റ് തോട്ട് ഓഫ് ലൈക്ക്, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് CBSE ആണെങ്കിലും 80, 85 അത്രയും അതിനകത്ത് നിൽക്കുന്ന പെർസെന്റേജ് ഉണ്ടായിരുന്നുള്ളൂ 12th. അതുകൊണ്ട് തന്നെ നാട്ടില് അഡ്മിഷൻ കിട്ടുമെന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ജോബ് ഫോർ മൈ പേരൻസ് ആൻഡ് ഫോർ മീ. അപ്പൊ ഞാൻ എന്ത് പ്ലാൻ ചെയ്തു, ഇനി ദൈവം എനിക്ക് കിട്ടില്ലെന്ന് വരെ. അപ്പൊ ഞാൻ ബാംഗ്ലൂര്, ഹൈദരാബാദ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെല്ലാം കൊടുത്തു വിടുന്നതിന്റെ കൂട്ടാനെ. ആൻഡ് പക്ഷെ നമ്മുടെ തലയിൽ എഴുതിയതേ നമുക്ക് കിട്ടൂന്ന് പറയണതിന്റെ കൂട്ട് മൈ ഫാദർ ഹാഡ് other wishes for me and he opted the best institute for me. എന്റെ വീടിന് തൊട്ടപ്പുറത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കിലോമീറ്റർ പോലും ഇല്ല, 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ മാക്സിമം 2, അത്ര അപ്പുറത്ത് ഉള്ള നഴ്സിംഗ് കോളേജിൽ എന്നെ കൊണ്ട് ചേർത്ത്. ബട്ട് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. കാരണം എനിക്ക് ഭയങ്കര മീൻസ് ആദ്യമൊക്കെ ഞാൻ കുറെ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഐ ഫീൽ വെരി ബ്ലെസ് ആ കാര്യം ഓർത്തിട്ട്. കാരണം ബാംഗ്ലൂരിലെ പിള്ളേർ നമ്മളോട് പരാതി പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമല്ലോ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ലേ അവിടെ, അപ്പൊ ഞാൻ പോകാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നില്ലേ. അപ്പൊ അത് തന്നെ നഴ്സിംഗിനെ പറ്റി പറയുവാണെങ്കിൽ, ഫസ്റ്റ് ഇയർ വന്നപ്പം ഞാൻ നഴ്സിംഗ് താല്പര്യപ്പെടുത്തി എടുത്ത ഒരാളല്ലേ. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ ഒരു 40 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ 40 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ 40 സ്റ്റുഡൻസിനകത്ത് മിക്കവരും ജോലി സാധ്യത, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സെക്യൂർ ഫ്യൂച്ചർ ഉണ്ട്, സെക്യൂർ ജോബ് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്ത് വന്നവരാണ് കൂടുതലുള്ളത്. അതിനകത്ത് ഇഷ്ടപ്പെട്ട് വന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 40 എടുക്കുവാണെങ്കിൽ അതിനകത്തൊരു 10% മാത്രം കൈവക്കി. കാരണം ഞാനൊന്നും ഒരിക്കലും ഞാൻ എന്റെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യമാണ് ഞാൻ നഴ്സിംഗ് എടുക്കുന്നുള്ള കാര്യം. സോ എനിക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി, ഫസ്റ്റ് ഇയർ ഒക്കെ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നഴ്സിംഗ് കമ്പൽസറി ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് പോയി വരികയൊക്കെ ചെയ്യാം, പല ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നു, അതാ ഞാൻ കട്ട് ചെയ്തിട്ട് പോയത്. ഇനിയിപ്പോ നിങ്ങൾക്ക് പലരും ചോദിക്കുന്ന ഡൗട്ടാണ് നഴ്സിംഗ് എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ അത് പറയുകയാണെങ്കിൽ, ഇപ്പൊ നാട്ടിൽ പഠിക്കുമ്പോൾ ഞാൻ പറയും എനിക്കറിയില്ല, പുറത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ്. ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. അതിപ്പോ നിങ്ങളെ അങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ടെങ്കിൽ അത് വെറും പറ്റിയിൽ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇൻജക്ഷൻ വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നഴ്സിംഗിലേക്ക് പോയ ഒരാളായിരുന്നു ഞാൻ. അപ്പം എന്താ പറയണത്, പക്ഷെ നഴ്സിംഗ് അങ്ങനെയല്ല. നമ്മള് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പഠിക്കുക എന്ന് പറയുന്നതിന്റെ കൂട്ട് തന്നെ നമ്മള് ബെഡ് മേക്കിംഗ് തൊട്ട് ഒരു കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മുതിർന്നവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കിച്ചൺ മീൻസ് ആർട്ട്, പ്ലംബിംഗ്, എല്ലാ കാര്യങ്ങളും വീട്ടിലെ ആണെങ്കിലും നാട്ടിലെ ആണെങ്കിലും ഇപ്പൊ വേറെ വല്ലയിടത്തെ ആണെങ്കിലും എല്ലാത്ത കാര്യങ്ങളും നമ്മൾ പഠിക്കും നഴ്സിംഗിന് വന്നു കഴിഞ്ഞാൽ. കുക്കിംഗ് അറിയാത്തവർ കുക്കിംഗ് പഠിക്കും, ആട്ടൊന്നും കട്ട് ചെയ്യാൻ അറിയാത്തവര് കലാ പ്രതിഭകളാവും. അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് നഴ്സിംഗിനകത്ത്. അപ്പം എന്താ പറയണത്, നഴ്സിംഗ് എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് കോഴ്സ് എന്ന് വേണമെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഠിക്കുക മാത്രമല്ല, വി ആർ അപ്ലൈയിങ് ദാറ്റ് തിങ് പ്രാക്ടിക്കലി ഡയറക്ട്ലി ടു ദ പേഷ്യൻസ്. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ചുമ്മാ പോയി ഒരു ഡമ്മീനെ കുത്തുന്ന ഫീൽ ആയിരിക്കത്തില്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഫീൽ ആയിരിക്കത്തില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, ഒരു ജീവന്റെ വാല്യൂ ഉണ്ട്. അപ്പം നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല പാടാണ്. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡമ്മികളായിട്ടല്ല, ഡീലിംഗ് വിത്ത് ഡയറക്ട് പേഷ്യൻസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ സിറ്റുവേഷനിലും വരാം. അതിപ്പം നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും പഠിച്ചു കഴിഞ്ഞാണെങ്കിലും. എല്ലാവരും പറയുന്ന പഠിക്കുന്ന സമയത്തായിരിക്കും കഷ്ടപ്പാട് കൂടുതലെന്നാ. ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പഠിച്ചു സമയത്ത് ഞാൻ വിചാരിച്ചത് കഷ്ടപ്പാട് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സമയത്താണ്. പക്ഷെ ഒരിക്കലും അല്ല, പഠിച്ചു കഴിഞ്ഞാണ് കഷ്ടപ്പാട്. പിന്നെ എവിടെ പഠിക്കണേ നല്ലത്, നിങ്ങൾ എവിടെ പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷെ INC, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ, INC, KNCയുടെ അഫിലിയേഷൻ, എല്ലാ വീഡിയോക്കത്തും പറയുന്ന കാര്യം, അഫിലിയേഷൻ ഉള്ള കോളേജ് മാത്രമേ നിങ്ങൾ പോയി പഠിക്കാവൂ. അതിപ്പോ നിങ്ങൾ ബാംഗ്ലൂർ പഠിച്ചാലും മൈസൂർ പഠിച്ചാലും എവിടെ പഠിച്ചാലും നാട്ടിൽ പഠിച്ചാലും നിങ്ങൾ അങ്ങനെയുള്ള കോളേജ് മാത്രം പ്രിഫർ തിരഞ്ഞെടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്, ബാംഗ്ലൂരൊക്കെ ഇത്രയും ലക്ഷം കൊടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ തിയറി നോളേജ് വെച്ച് മാത്രം ഒരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്രാക്ടിക്കൽ നോളേജ് വേണം. അപ്പൊ അതിനായിട്ട് ഉറപ്പായിട്ടും വാലിഡേഷൻ ഉള്ള ഒരു കോളേജ് ആണോ നോക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടോ, KNC ഉണ്ടോ, ഇനി അവര് ഇതിന്റെ അതോറിറ്റി ബേസ്ഡ് ആണോ, അവർക്ക് പേരന്റൽ ബെഡ് ഉണ്ടോ, അവർക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ, ഒരു 200 ബെഡിന്റെ ആണെങ്കിലും കുഴപ്പമില്ല, ഹോസ്പിറ്റൽ ഉണ്ടോ, അതെല്ലാം നോക്കണം. എവിടെയൊക്കെ പ്രാക്ടീസ് വരുന്നത്, ഒരു ഫ്രീ ക്യാമ്പസ് വിസിറ്റ് ഞാൻ ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യും, അതിപ്പോ എവിടെയാണെങ്കിലും. ബിക്കോസ് പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തോട്ട് പോകണമെങ്കിൽ ഞാൻ പറയും അവിടെ നിന്ന് ചെന്ന് കണ്ട് എല്ലാം ഒന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പോവുക. കാരണം 8, 9, 10 ലക്ഷം രൂപയൊന്നും ഒരിക്കലും പെട്ടെന്ന് വരില്ല. അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ അപ്പയുടെ അമ്മയുടെ ഒക്കെ കഷ്ടപ്പാടുകൾ കാണും. അപ്പൊ അതൊക്കെ ചുമ്മാ കൊണ്ടുപോയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് മോശപ്പെട്ട കാര്യം അല്ലെ. അതിപ്പം റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസീസ് ആയിരിക്കും
ചിലപ്പോൾ പറ്റിക്കപ്പെടാം നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയണത് എല്ലാം ഒന്ന് കണ്ട് കേട്ട് അറിഞ്ഞ് ഉറപ്പായിട്ടും പോകാവും. പിന്നെ എല്ലാവർക്കും നഴ്സിംഗ് പാടാണ്. അത് ഇവിടെ മാത്രമല്ല, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പാടില്ലാത്ത എല്ലാവരും സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇയറിനെ സംബന്ധിച്ച് പറയുമ്പോൾ സെമസ്റ്ററും കൂടെ ആയപ്പോഴത്തേനും ഭയങ്കര തലവേദന പിടിച്ചൊരു കാര്യമാണ് അത്. ടീച്ചർമാർക്കും ഭയങ്കര പാടാണ്, സ്റ്റുഡൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ്. ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ ബാച്ച് ആണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യം. കാരണം അനാറ്റമി, ഫിസിയോളജി, സൈക്കോളജി, സോഷ്യോളജി, ഈ 4 സബ്ജക്ട് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്. ഇത് 4 നമ്മൾ പഠിക്കണം 6 മാസത്തില്. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ സൈഡ് പോകണ്ട, തിയറി മാത്രം മതി. എങ്കിലും നമ്മൾ ഇതെല്ലാം പഠിക്കണം. ഒരു 6 മാസം കൊണ്ട് ഈ 4 സബ്ജക്ട് പഠിച്ചു തീരുക എന്ന് പറയുന്നത് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഒബ്വിയസ്ലി ഉണ്ട്. ഇനിയും ഈ ഫസ്റ്റ് സെമസ്റ്റർ കഴിയുമ്പോൾ തൊട്ട് നഴ്സിംഗ് ഫൗണ്ടേഷൻ കടന്ന് കയറി വരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് പ്രാക്ടിക്കൽ സൈഡും കൂടെ, അപ്പോഴത്തേക്കും നമ്മുടെ വൈറ്റൽ സയൻസ് പഠിക്കും, ബെഡ് മേക്കിംഗ് പഠിപ്പിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആവും. നമുക്ക് ഫയൽ വെക്കാൻ വേണ്ടി വരും, റിക്വയർമെന്റ്സ് വരും. ഈ 6 മാസത്തിന്റെ ഇടയിൽ തന്നെ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് 6th മന്ത് തന്നെ ഇപ്പം നാട്ടിലെ കുവാസ് ആണെങ്കിൽ, കുവാസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും 6ാമത്തെ മാസം തന്നെ എക്സാം നടത്തും. അതിൽ ഒരു വിട്ടുവീഴ്ച അവർ നടത്താറില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് 2 ഇന്റേണൽ മാർക്ക് അയച്ചു കൊടുക്കണം. നമുക്ക് ഇന്റേണലും വരുന്നുണ്ട്, എക്സ്റ്റേണൽ മാർക്കും വരുന്നുണ്ട്. എക്സാം നമ്മൾ എഴുതിയെടുക്കും, ഇന്റേണൽ നമ്മൾ ടീച്ചേഴ്സ് തരുന്ന സംഭവമാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തായാലും ഒരു 2 സെക്ഷണൽ എക്സാം കാണും. ഫസ്റ്റ് സെക്ഷണൽ എക്സാം കാണും, സെക്കൻഡ് സെക്ഷണൽ എക്സാം കാണും, പിന്നെ ഒരു മോഡൽ എക്സാം കാണും. ഈ 3 എക്സാം എഴുതണം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ലോ ബുക്ക് അത് മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഫയൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ലോ ബുക്ക് മസ്റ്റ് ആണ്. അപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സെമസ്റ്റർ പൂർത്തിയാവും എന്ന് പറയാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സിലബസും കവർ ചെയ്ത് നമ്മൾ എക്സാമിന് റെഡി ആവണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സെമസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന്. ഇയർ ആകുമ്പോൾ 365 ദിവസം ഉണ്ടെന്ന് പറയാം. ഇത് വരെ 6 മാസമേ ഉള്ളൂ. 6 മാസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, എന്തിന്റെയൊക്കെ പുറകെ ഓടും. ഇത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിന്റെ കാര്യം പറയുന്നുള്ളൂ. തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഡബിൾ ആണ് പഠിക്കാനുള്ളത് കമ്പാരിറ്റീവ്ലി ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം എന്തോരം സ്ട്രെസ് ആയിരിക്കുമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലൊക്കെ വന്ന് ഡ്യൂട്ടി ഒക്കെ മീൻസ് രാവിലെ ഇപ്പൊ ക്ലാസ് തിയറി ബ്ലോക്ക് ആണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് ക്ഷീണം വരുന്നത് പ്രാക്ടിക്കൽ ബ്ലോക്കാണ്. പ്രാക്ടിക്കലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം ബുക്ക് എടുക്കാനൊന്നും ഉള്ള ഒരു ആരോഗ്യം കാണില്ല. പിന്നെ എഴുതാനുണ്ട്, ആ ഒരു ബേസിസിൽ മാത്രമായിരിക്കും ചിലപ്പോൾ എണ്ണിക്കുന്നത്. അല്ലാത്ത സമയം എല്ലാം ഓഫാണ്, കംപ്ലീറ്റ്ലി ഓഫ്. കട്ടിലേക്ക് കിടക്കാനുള്ള സമയമേ ഉള്ളൂ, അങ്ങനെ ഉള്ളൂ. രാവിലെ എണ്ണിക്കാൻ പോവാ. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റ്സ് വരും. പക്ഷെ സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം കടന്നു പോകും. ഇപ്പൊ ഞങ്ങൾ സെമസ്റ്റർ ബാച്ച് ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇയർ കയറിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഷോക്കിംഗ് ആണ്. കാരണം പെട്ടെന്ന് സമയം പോകും. കാരണം എക്സാംസ് വരുന്നത് പോകുന്ന ഒന്നും അറിയത്തില്ല. 6 മാസം ഒരു എക്സാം അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും അടുത്തത് പെട്ടെന്ന് ഫസ്റ്റ് സെക്ഷൻ സെക്കൻഡ് സെക്ഷൻ മോഡൽ ഫയൽ പെട്ടെന്ന് സമയം പോകും. അതോർത്ത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നഴ്സിംഗ് എടുക്കാം, ഇപ്പൊ എല്ലാവരും പറയണതിന്റെ കൂട്ട് തന്നെ ഞാനും പറയാം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നഴ്സിംഗ് എടുക്കാൻ പറയും. പക്ഷെ നഴ്സിംഗ് എടുക്കാൻ പറയുന്നത് പറയുമ്പോൾ കുറെ പിള്ളേരെ എനിക്കറിയാം പേഴ്സണലി ഡ്രോപ്പ് ചെയ്ത് പോകുന്നവര്. കാരണം അവർക്ക് അത്രയും പറ്റില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓരോ കാര്യങ്ങൾ എടുക്കുന്നവര് നമ്മളെ മാത്രം നോക്കിയാൽ പോരാ. അല്ല, നമ്മൾ ആരെയൊക്കെ നോക്കണം, നമ്മൾ എല്ലാവരെയും നോക്കണം. എന്തിനു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ സിസ്റ്റർമാരെ നോക്കണം, പേഷ്യന്റിനെ നോക്കണം. പേഷ്യന്റ് കെയർ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സിസ്റ്റർമാരെ നോക്കണം, ടീച്ചേഴ്സിനെ നോക്കണം, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ നോക്കണം. ഡിപ്പെൻസ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് യു ആർ സ്റ്റഡിങ്. പിന്നെ ബൈസ്റ്റാൻഡേഴ്സിനെ നോക്കണം. ചുറ്റുമുള്ള എല്ലാവരെയും പേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ മക്കളെ. അപ്പം പക്ഷേ നഴ്സിംഗ് ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളിപ്പോ വിചാരിക്കുന്നത് നമ്മളിപ്പോ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല, ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ there are different type of sections that can be parted എന്ന് ഞാൻ പറയും. കാരണം നഴ്സിംഗ് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നഴ്സ് അഡ്വക്കേറ്റ് ആവാം, നഴ്സ് പ്രാക്ടീഷണർ ആവാം, ഇന്ന കോഴ്സുകൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതൊന്നും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc എടുത്ത് ടീച്ചിങ്ങിലേക്ക് കയറാം, ടീച്ചിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഒരു വീട് പണിഞ്ഞു, ആ വീട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ we can reconstruct that. പക്ഷെ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ, റീജോയിൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, എടുത്തുകൊണ്ട് വെക്കാൻ പറ്റില്ല. സോ വി ആർ ഡീലിംഗ് വിത്ത് ദാറ്റ്. അപ്പൊ ഇറ്റ് ഹാസ് ഇറ്റ് ഓൺ ടൈപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടി. പിന്നെ എന്താ, ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളി ജോബ്. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേനും മടുക്കും. പിന്നെ ഇവിടെ നിൽക്കുന്നു IELTS എഴുതാ, OET എഴുതാ, എക്സ്പീരിയൻസ് എടുക്കുക. ആരും തുടക്കത്തിലെ എക്സ്പീരിയൻസ് ഒന്നും ആവത്തില്ല. എവിടെയെങ്കിലും ഒന്ന് നിൽക്കുക, ഒന്ന് ഉറപ്പിക്കുക. കുറെ നാൾ നിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കുക ആൻഡ് ഡു ദ ബെസ്റ്റ്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെയ്യുക, ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടു കൊടുക്കുക. അതാ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു മെയിൻ കോൺസെപ്റ്റ്. പിന്നെ അത് കിട്ടുന്ന അത്രയും ടൈം സ്റ്റുഡന്റ് പീരീഡ് എൻജോയ് ചെയ്യുക. പിന്നെ എന്താ പറയണത്, സ്റ്റാഫ് പീരീഡിൽ എൻജോയ് ചെയ്യലൊന്നും പറയില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുത്ത് അങ്ങ് പോകുക. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ നല്ല പോലെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയണത്, നല്ല പോലെ പ്രാർത്ഥിക്കുക. ഞങ്ങൾ നല്ല പോലെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഒരു സെമസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 40 പേരുണ്ടായിരുന്നു. 40 പേര് ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അപ്പം അത് ഞങ്ങളുടെ കഴിവായിട്ടൊന്നും ഞങ്ങൾ എടുക്കണില്ല. പക്ഷെ ഞങ്ങൾ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. എക്സാം തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് ഞങ്ങൾ കണ്ടക്കൊണ്ട് ചൊല്ലുമായിരുന്നു. എക്സാം തീർന്ന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നന്ദി പറയാൻ മറക്കാറില്ല. അതുവരെ കണ്ടക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഒരു പവർ ബേസിസിലുള്ള ഗ്രൂപ്പ് ഓഫ് 40 ഷെയ്ഡ്സ് ആയിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞത്. അപ്പൊ പ്രെയർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നമ്മളിപ്പോ നിങ്ങൾ എൻജോയ്മെന്റ് ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയില്ല. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് യു ആർ ഹെൽഡിംഗ് വിത്ത്. അപ്പം എൻജോയ്മെന്റ് ഉള്ള കോളേജ് ഉണ്ട്,
ഇടയ്ക്കിടയ്ക്ക് എൻജോയ്മെന്റ് തരുന്ന കോളേജുകളുണ്ട്. അപ്പം ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത്രയ്ക്ക് പാടാൻ ഞാൻ പറയില്ല. നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇഫ് വി ഹാവ് ദ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. കാരണം അതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഹോസ്റ്റലിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ പഠിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. എനിക്ക് വൈകിനകത്ത് ഇപ്പൊ ഞാൻ അങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല, പക്ഷെ എന്റെ റൂമിൽ ഒരു 4 പേരുണ്ടെന്ന് കൂട്ടിക്കോ. ആ 4 പേര് 3 പേര് ഇരുന്ന് പഠിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ കിടന്ന് ഉറങ്ങണേ, ഞാൻ പൊട്ടിപ്പോകുന്നുള്ളൊരു ത്വര എനിക്ക് വരില്ലേ? അപ്പം അതാണ് ആ ഒരു മോട്ടിവേഷൻ കാരണം നമ്മൾ എണീച്ച് പഠിക്കും. പിന്നെ ഞാൻ മാത്രം ബാക്കപ്പ് ആവുന്നു. ഇപ്പൊ സെമസ്റ്ററിന്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്റർ ബാക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജൂനിയേഴ്സിന്റെ കൂടെ എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ അതൊക്കെ മാറ്റിയെന്ന് പറയുന്നു. എങ്കിലും അപ്പം ഒരു അങ്ങനെ വല്ലതും ആണെങ്കിൽ ഒരു 1 ഇയർ സപ്ലിമെന്ററി ആവുന്നു, 1 ഇയർ ഗ്യാപ്പ് ആക്കണം, പിന്നെ വർഷം നീങ്ങും. അപ്പം സപ്ലി ഒന്നും ഇല്ലാതെ പഠിച്ച് നീങ്ങാം. പിന്നെ എക്സാമിന് മുമ്പ് ഒരു 6 മാസം മുമ്പ് പ്ലസ് ടു പഠിക്കുന്ന പോലെ ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല. എക്സാമിന് ഒരു മാസം മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് റെഫർ ചെയ്ത് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി നമ്മളങ്ങ് പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ മീൻസ് ആശ്വസിക്കുക. അതാണ് എന്റെ ഒരു നഴ്സിംഗ്, ഒരു ഓവറോൾ നഴ്സിംഗ് ഇത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയുന്നുണ്ടെങ്കിലാണെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്താൽ മതി. ഞാൻ വിശദമായിട്ട് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഇങ്ങനത്തെ സംശയങ്ങളുണ്ടെന്ന്. അപ്പം നിങ്ങൾ ചോദിക്കുക, അപ്പൊ ഞാൻ പറഞ്ഞു തരും. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുറെ പേർക്ക് ഡൗട്ട്സ് കാണും, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ അതിനെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ കമന്റ് ബോക്സിൽ താഴെ കൊടുത്താൽ മതി. ഉറപ്പായിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യും. എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ വീഡിയോ ഇടും. അതുകൊണ്ട് മസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കമന്റ് ബോക്സിൽ കൊടുക്കുക. ഞാൻ അതിന് പതുക്കെ റിപ്ലൈ തരുന്നതായിരിക്കും എന്റെ ഒരു നോളേജ് വെച്ച്. ഇനി എനിക്ക് അറിയാത്തതാണെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഒരു ഷോർട്ട് സമ്മിങ് അപ്പ് അബൌട്ട് ദ സെമസ്റ്റർ സിസ്റ്റം ആൻഡ് നഴ്സിംഗ്. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു, പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.